ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദിവസത്തിന്റെ ആശീർവാദം വളരെ പ്രത്യേകമായിട്ട് എല്ലാ ചുമട്ട് തൊഴിലാളികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒത്തിരി അധ്വാനിക്കുന്ന, രാവിലെ മുതൽ വൈകിട്ട് വരെ വലിയ ഭാരം പേറി ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. കർത്താവെ, ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ സഹോദരങ്ങളെ, ഈ സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ചുമട്ട് തൊഴിലാളികളായി ഭാരം വഹിക്കുന്നവര്, അവരവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളെ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ കഠിനമായ അധ്വാനത്തിന്റെ നടുവിലായിരിക്കുന്ന ജീവിതങ്ങളെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ, അവരുടെ വരുമാന മാർഗങ്ങൾ, സാമ്പത്തിക മേഖലകൾ, മക്കളെ പഠിപ്പിക്കാനൊക്കെ വേണ്ടി അതികഠിനമായ ചൂടേറ്റും ഭാരത്തിന്റെയും നടുവിലായിരിക്കുന്ന, അധ്വാനത്തിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുമട്ട് തൊഴിലാളികൾ മാത്രമല്ല, കഠിനമായ ജോലി മേഖലകൾ ആ വിഷയത്തിലായിരിക്കുന്ന, വല്ലാത്ത ബുദ്ധിമുട്ടേറിയ, വല്ലാത്ത പ്രതിസന്ധിയേറിയ, നമ്മൾ പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടേറിയ ജോലി മേഖലകൾ ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവെ ഞങ്ങൾ ആത്മനാ കണ്ട് ഈ ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം അവരിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന മക്കള്, അവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആയിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ഇവരോട് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ അധ്വാനിക്കുന്ന അവർക്ക് വേണ്ടി ആശീർവാദം നിങ്ങൾ സ്വീകരിക്കുകയും അവരോട് പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ആശീർവാദം സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ കഠിനമായ അധ്വാനത്തിന്റെ നടുവിലായിരിക്കുന്നു. പ്രഭാതം മുതൽ സായാഹ്നം വരെ അതികഠിനമായ ചൂടേറ്റും കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടിന്റെ നടുവിലും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും കുടുംബത്തിനോട് അധ്വാനിക്കുന്ന എല്ലാ മക്കളും ഈ ആശീർവാദത്തിന്റെ സമയത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമാധാനവും സംസർഗവും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.